ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ദർശൻ വാമദേവൻ. ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്. പക്ഷേ കുറേ കാലങ്ങളായി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളൊന്നും എടുക്കാൻ കഴിയുന്നില്ല. അതിലെല്ലാം സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആ പഴയ ലൈഫ് സ്റ്റൈലിലേക്കൊന്ന് തിരിച്ചു പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. കുറേ നാളുകളായിട്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എനിക്കത് കഴിയുന്നില്ല. ഞാൻ സംസാരിക്കുന്നത് വളരെ സ്പീഡിലാണ്. എൻ്റെ ഒരു സംസാര രീതി അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഞാൻ 2020, 22, 23 കാലഘട്ടത്തിൽ എടുത്തിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കാം. ഈ ഒരു ചിത്രം കൊടുങ്ങല്ലൂർ ഭരണിയിൽ നിന്ന് ഞാൻ എടുത്തിട്ടുള്ളതാണ്. ഇത് എന്നെ വളരെയധികം ഇമോഷണലി കണക്ട് ചെയ്തിട്ടുള്ളൊരു ചിത്രമാണ്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു പെൺകുട്ടിയും അതിൻ്റെ അടുത്തിരുന്ന് കുറച്ച് ജോലികൾ ചെയ്യുന്ന ഒരു അമ്മയും കൂടെ ഒരു ചേട്ടനുമാണ് ഞാനന്നതിൽ കണ്ടത്. ഈ ഒരു ചിത്രം അധികം കറണ്ടോ ടി വിയോ ഒന്നും വരാത്ത ഒരു ചെറിയ ഗ്രാമം, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഞാൻ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ വീട്ടിൽ ടി വിയുമുണ്ട്, ഒരു ബൾബിൻ്റെ വെട്ടവുമുണ്ട്. ആ ടി വി കാണുന്ന ഒരു വയസ്സായ ഒരാളുടെ ഫോട്ടോ ആണ് ഞാൻ റോട്ടിൽ നിന്നും എടുത്തത്. ഇത് ഞാൻ മലക്കപ്പാറ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റോഡ് സൈഡിൽ കണ്ട ഒരു ചിത്രമാണ്. സിനിമകളിലും മറ്റും ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരു സാരിയിൽ കൊച്ചു കുഞ്ഞിനെ കെട്ടി തോളിലൂടെ പുറത്ത് വെച്ച് കൊണ്ടുപോകുന്ന ഒരു അമ്മ. ഈ ഒരു ചിത്രം ഞാൻ എടുത്തതിൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അമ്മ എപ്പോഴും പറയും ഇതൊന്ന് വലിയ രീതിയിൽ ഫ്രെയിം ചെയ്ത് വീട്ടിൽ വെക്കണമെന്ന്. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാനിത് 2020 എന്തോ കൊച്ചിയിലെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് നിന്ന് എടുത്തതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഒരു വലിയ മരത്തിനടുത്ത് ഒരു കൊച്ചുകുട്ടി നിൽക്കുന്നതാണ്. നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം. ഈ ഒരു ചിത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ വീടിനടുത്തുള്ള ഒരു ബീച്ചിൽ നിന്ന് എടുത്തതാണ്. ഇതിൽ ഞാൻ കണ്ട പ്രത്യേകത എന്തെന്നാൽ ഞാൻ എപ്പോഴും ബീച്ചിലേക്ക് നോക്കിയാണ് നിൽക്കാറ്. പക്ഷേ ഇതിലെ പ്രതിമയും ഒരു നായക്കുട്ടിയും ഈ നായക്കുട്ടിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും എല്ലാവരും ബീച്ചിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കി ഒരേ ലൈനിൽ നിൽക്കുന്നത് എനിക്കൊരു കൗതുകമായി തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തൊരു ഫോട്ടോ ആണ്. ഈ ഒരു ചിത്രം ഞാൻ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ഗേറ്റിനടുത്ത് പോയപ്പോൾ എടുത്തൊരു ചിത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാനിത് കളർ ചെയ്തതാണ്. ഒരു ബബിൾസ് പറപ്പിക്കുന്ന ഒരു തെരുവ് കച്ചവടക്കാരനും കൂടെ അയാളുടെ ഒരു സുഹൃത്തും, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്കെന്തോ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചിത്രം ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഞാൻ എടുത്തതാണ്. ഈ ഒരു ചിത്രത്തിനടുത്തായിട്ട് രണ്ട് രൂപങ്ങൾ കാണാം. ഒന്ന് ഒരു മനുഷ്യൻ്റെയും മറ്റൊന്നൊരു പാവ പോലത്തെ ഒരു ഇതും. രണ്ടും രണ്ട് അറയ്ക്കുള്ളിൽ ഒരേപോലെ സ്റ്റക്കായിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. സംസാരിച്ചില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനും ഒരു പ്രതിമ പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അങ്ങനെ തോന്നിയപ്പോൾ എടുത്തൊരു ചിത്രമാണിത്. ഇത് തമിഴ്നാട്ടിലെ, അതായത് നമ്മളുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന പോലെ തമിഴ്നാട്ടിലെ ഒരു കർഷകരുടെ ഒരു ഫോട്ടോ ആണിത്. അവരും എൻ്റെ അടുത്ത് പറയുന്നത് 100 ദിവസത്തൊഴിൽ എന്ന് പങ്കെടുക്കുന്ന രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതി പോലെ അവിടെയുള്ളൊരു പദ്ധതിയിൽ ജോലി ചെയ്യുന്ന ഒരു അമ്മയാണിത്. അവർ ആ ജോലിയുടെ ഇടയിൽ എനിക്ക് കുറേ സന്തോഷ നിമിഷങ്ങളും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചു. അപ്പം ഞാൻ എടുത്ത ഒരു ഫോട്ടോ ആണിത്. ആൻഡ് ഇത് തൃശ്ശൂരുള്ള ഒരു പൂരപ്പറമ്പിൽ നിന്ന് ഞാൻ എടുത്തതാണ്. തുടക്കത്തിൽ ഞാൻ കാണിച്ച ഫോട്ടോയിൽ ഒരമ്മയും ഒരു കൊച്ചുകുട്ടിയും പിന്നെ ഒരു ചേട്ടനും കൂടിയിരിക്കുമ്പോൾ അതിലെ കുട്ടി ഭയങ്കര വിഷമത്തിലും മറ്റുള്ളവർ കുറച്ച് ധൃതിയിൽ എന്തോ ചെയ്യുന്നതുമാണ് കണ്ടത്. പക്ഷേ ഇതിലെ 3 പേര് തന്നെയാണ്. ഇവർ 3 പേരും നല്ല രീതിയിൽ ഹാപ്പിയാണ്. രണ്ടും നടന്നത് ഒരേപോലെ ഒരു അമ്പലങ്ങളിൽ നടക്കുന്ന ഒരു ഫെസ്റ്റിവലായിരുന്നു. പക്ഷേ രണ്ടിനും 2 അർത്ഥമാണ് എനിക്ക് കാണാൻ പറ്റിയത്. ഒന്ന് വളരെ സന്തോഷവും ഒന്ന് എനിക്ക് വിഷമവുമാണ് ആ സമയത്ത് ഫീൽ ചെയ്തത്. ഇതുപോലുള്ള ചിത്രങ്ങൾ ഞാൻ പണ്ട് കുറേ എടുത്തിരുന്നു. ഒരു 300ഓളം ചിത്രങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എനിക്ക് അതിനൊന്നും കഴിയുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു തിരിച്ചുപോക്കിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസും ഇനി എടുക്കുന്ന കുറച്ച് ഫോട്ടോസുകളായിട്ട് ഇവിടെയൊക്കെ ഉണ്ടാവും. എൻ്റെ പേര് ദർശൻ വാമദേവൻ. താങ്ക് യു.